2 സവോള, ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 ചോളം ചെറിയുള്ളി, ഇത്രയും സാധനം പൊടിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു 2-3 ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുക്കണം. ഉടച്ച് റെഡിയാക്കി. ചട്ടി വെച്ച് എണ്ണ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരുംജീരകം, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് കടുക് ഇത്ര ഇട്ട് പൊട്ടിച്ചെടുക്കാം. അരിഞ്ഞു വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇത്രയും സാധനം ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന സാധനത്തിന് കണക്കാക്കി പൊടികൾ ഇട്ടാൽ മതി. അപ്പോൾ ആ പൊടികളിട്ട് മണമൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഇത് ഇളക്കിയിട്ട് നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബേസിനിലേക്ക് ഒരു 1.5 കപ്പ് ആട്ടപ്പൊടിയും ഒരു 1/4 കപ്പ് റവയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ കൂട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക, ലൂസായി പോകാതെ. കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് കുറേശ്ശെ ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്കൊരു വടേൻ്റെ രൂപത്തിൽ റെഡിയാക്കിയെടുക്കാം. ചെറിയ വടേൻ്റെ രൂപത്തിൽ റെഡിയാക്കിയെടുക്കാം. ഇതേപോലെ വട രൂപത്തിലാക്കിയെടുക്കുക. അപ്പോൾ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ലേശം ആട്ടപ്പൊടി അതിൽ തൂളിയിട്ട് ഇങ്ങനെ വട രൂപത്തിലാക്കി വെക്കുക. ദോശക്കല്ല് വെച്ച് ഇതിനകത്തേക്ക് പാരിസൺസിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം. ആ ചട്ടിയിൽ നിൽക്കാൻ പാകത്തിന് കുറച്ച് അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്ക് ഓരോ വട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരു ഭാഗം നല്ലോണം മൊരിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ലോണം മൊരിഞ്ഞ് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് എണ്ണ കൂട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാകുക. നല്ല കറുമുറാന്ന് കടിച്ച് തിന്നാൻ നല്ലതാണ്. ചായക്കൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്കും കമൻറ്റൊക്കെ ഇടും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കും.